അസ്സലാമു അലൈക്കും റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എഴുന്നേറ്റ സമയത്ത് അത്താഴത്തിന് കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. ആദ്യം 2-3 തവണ അലാറം കേട്ട സമയത്ത് ഞാൻ സ്നൂസ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് എഴുന്നേറ്റ സമയത്ത് ചെറുതായിട്ട് ബാങ്ക് കേട്ടു. ഗൈസ്, അങ്ങനെ ഒന്നും കഴിക്കാതെ ഇന്നത്തെ പട്ടിണി നോമ്പ് പിടിക്കാൻ പോവുകയാണ്. രാവിലെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അൽഹംദുലില്ലാ. അങ്ങനെ കറക്റ്റ് ബാങ്ക് കേട്ട സമയത്ത് തന്നെ എഴുന്നേറ്റു. അതിനുശേഷം നമസ്കരിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ 6ാമത്തെ നോമ്പിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പോവുമായിരുന്നു. ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നല്ല ലോങ് ആയിരുന്നു കേട്ടോ, നല്ല ലെങ്തുള്ള വീഡിയോ ആയിരുന്നു. എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല ലെങ്തായിപ്പോയി. എങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഒരു സമാധാനമുണ്ട്. ഈ ഒരു എഫേർട്ടിന് ആകെയുള്ള ഒരു സമാധാനം അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ വന്നപ്പോൾ മുകളിൽ നിന്ന സമയത്ത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുകളിൽ കയറി വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ മാവൊക്കെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു. അതിനുശേഷം താഴെ വന്നു ഹേസൂട്ടനെ ഉണർത്തിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് എൻ്റെ കുട്ടന് വല്ലാത്തൊരു ബാഡ് ഡേ തന്നെയായിരുന്നു കേട്ടോ. കാരണം എഴുന്നേറ്റ സമയം മുതൽ കരച്ചിലും ബഹളവും ആകെ അലമ്പായിരുന്നു. ഇന്നെന്തോ ഇടത് വാക്കെന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ എഴുന്നേറ്റതാണെന്ന് തോന്നുന്നു. എഴുന്നേറ്റ സമയം മുതൽ ഭയങ്കര കരച്ചിലും സീനും. എന്നെ എവിടെ നിൽക്കാൻ സമ്മതിക്കില്ല, ഉമ്മച്ചി എവിടെ നിൽക്കാൻ സമ്മതിക്കില്ല, വാപ്പച്ചിയുടെ പിറകെ കരഞ്ഞുകൊണ്ട് ഓട്ടവും ബഹളവും ഒക്കെ തന്നെയായിരുന്നേ. അപ്പോൾ എഴുന്നേറ്റ് പാടെ തന്നെ പല്ല് തേപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അതിനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് നേരെ ഉമ്മച്ചിയുടെ പിറകെ വിട്ടുവെച്ചു കേട്ടോ. ഉമ്മച്ചി രാവിലെ ഇങ്ങനെ കൃഷിയുടെ കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് നോക്കാനായിട്ട് ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് ഉമ്മച്ചി കയറി കഴിഞ്ഞാലും തിരിച്ച് കയറത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് പല്ലൊക്കെ തേപ്പിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ ഭയങ്കര ബഹളമാണ്. ഇപ്പോൾ പല്ല് തേപ്പിക്കാനായിട്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ് കേട്ടോ. നല്ലോണം പല്ല് തേക്കാൻ സമ്മതിക്കില്ല, ബ്രഷ് ഇട്ട് തേക്കാനായിട്ട് സമ്മതിക്കില്ല. ഇപ്പോഴും ആ സിലിക്കൺ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വായൊന്നും കുപ്പിളിക്കാനോ ഒന്നും അറിയത്തില്ല. അപ്പോൾ വലിയ ടാസ്ക്കാണത്. കുറച്ച് നേരം അങ്ങനെ ബഹളമായിരുന്നു. പിന്നെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ആളെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു സ്പൂണും കൊണ്ട് നടക്കുകയായിരുന്നു. അത് കളയാണ്ട് കയ്യിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അത് അറിയാണ്ട് കാണുന്ന കയ്യിൽ നിന്ന് തറയെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു വാങ്ങിച്ച പോലെ കരച്ചിലായിരുന്നേ. ഇന്ന് ഫുള്ള് ആൾ കരച്ചിലും ബഹളമൊക്കെ തന്നെയായിരുന്നു. എന്തെങ്കിലും കരയാനായിട്ട് കിട്ടാനായിട്ട് ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ അത്താഴത്തിന് എഴുന്നേൽക്കാത്തത് കൊണ്ട് തന്നെ ഹേസൂട്ടന് കുറുക്ക് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എഴുന്നേറ്റതിന് ശേഷമാണ് കുറുക്ക് കാച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ കിച്ചണിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് കുറുക്ക് കാച്ചി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു കരച്ചിൽ കരയും, എന്താണെന്നറിയില്ല, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നേ. അങ്ങനെ ഞാൻ പിന്നെ എടുത്തു വെച്ചുകൊണ്ടാണ് പിന്നീട് ബാക്കിയുള്ള കുറുക്കൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പോൾ വലിയ റയറായിരുന്നു കേട്ടോ. കുറച്ച് നാൾ മുമ്പ് വരെ ഇതേപോലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു, എഴുന്നേൽക്കുന്ന സമയത്ത് മുതൽ കരച്ചിൽ. ഇപ്പോൾ വീണ്ടും ഇന്നാണ് അതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഭയങ്കര നിർബന്ധമുള്ള ദിവസം കണ്ടത്. അങ്ങനെ എഴുന്നേറ്റ് പാടെ ബ്രഷൊക്കെ ചെയ്തു. അതിന് ശേഷം കുറുക്കലൊക്കെ ഉണ്ടാക്കി ഹേസൂട്ടിനെ കൊടുക്കാനായിട്ട് പോകാൻ കേട്ടോ. പരസ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ TV ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫുള്ള് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഉമ്മച്ചി വന്നു, വാപ്പച്ചി വന്നു, അങ്ങനെ എല്ലാവരും ഓരോന്ന് കളിപ്പിച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ആളൊന്ന് വാ തുറന്നിട്ടുണ്ടായിരുന്നതേ. അങ്ങനെ സ്പൂണൊക്കെ വെച്ചിട്ട് ഓരോ കളികളിലാണ് ഇവിടെ. കുറുക്ക് എങ്ങനെയെങ്കിലും കുടിച്ചോന്ന് വരുത്തി തീർത്തു കേട്ടോ. പകുതി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ കരച്ചിലും ബഹളമൊക്കെ ആയപ്പോൾ ഞാൻ ഇതേപോലെ അവൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്ക്. പക്ഷേ ഇന്ന് നിർബന്ധമായതുകൊണ്ട് ഭയങ്കരമായിട്ട് ടാൻഡ്രമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ആൾ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കാനായിട്ട് പറച്ചിലായിരുന്നു. എന്താണെന്ന് മനസ്സിലാവില്ല, ചൂണ്ടിക്കാണിച്ചിട്ട് ചുമ്മാ കരച്ചിലായിരുന്നു. അങ്ങനെ ഞാനെടുത്ത് ഓരോന്നായിട്ട് കൊടുത്തിട്ട് ആൾ ഓക്കെ ആവണില്ല. പിന്നെ എൻ്റെ പാൻഡ എടുത്ത് കൊടുത്തു കേട്ടോ. സമാധാനം ഇല്ലാതെയാണ് ഞാൻ എടുത്ത് കൊടുത്തത്. കാരണം അതിനെ ഞെക്കിപ്പീത്തി ഇന്ന് കൊല്ലും, അങ്ങനെ പരുവാക്കും. പിന്നെ അത് കണ്ട സമയത്ത് ആളൊന്നും ഓക്കെ ആയിട്ടുണ്ടായിരുന്നേ. ആ ഒരു വാശി ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി.
ഇനി അത് ഞെക്കിയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്ക് ഈ ഒരു ടെക്നിക്ക് അറിയാവുന്നത് കൊണ്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ അതിൻ്റെ തലയിൽ ഇതേപോലെ അടിച്ചൊക്കെ കളർ മാറ്റി കളിക്കുകയാണ് കേട്ടോ. അത് കുറച്ച് നേരം ഒന്ന് ആ ഒരു ടാൻഡ്രം മാറാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നെന്നാൽ ഞാൻ ഉണർത്തുകയൊന്നുമല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, തനിയെ എഴുന്നേറ്റാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒരുപാട് നേരം ആയല്ലോ കിടക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചാലാണ് ഇതുപോലെ പണി കിട്ടാറുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ നേരത്തെ ഉറക്കിയതിന് ശേഷം ഒരു 9 മണിയൊക്കെ ആവുന്ന സമയത്ത് ഇരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ആൾ അതിന് മുന്നേ തന്നെ എഴുന്നേൽക്കും കേട്ടോ. അങ്ങനെ തനിയെ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം കാണില്ല. ഞാൻ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തോട്ട് പ്രശ്നമായിരിക്കും. പക്ഷേ ഇന്ന് ആൾ തനിയെ എഴുന്നേറ്റിട്ട് രാവിലെ മുതലേ കരച്ചിലായിരുന്നു. കുറച്ചൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഒരു മിനിറ്റിനകം മാറ്റിയിട്ട് വീണ്ടും കരച്ചിൽ തുടങ്ങും. അങ്ങനെയായിരുന്നു. വാപ്പച്ചിക്കും കൂടെ വയ്യാത്തത് കൊണ്ട് വാപ്പച്ചിക്ക് എടുക്കാനോ അങ്ങനെ ആശ്വസിപ്പിക്കാനോ ഒരുപാട് പറ്റൂല. എങ്കിലും വാപ്പച്ചി ഇടയ്ക്കിടയ്ക്ക് കരയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വയ്യാത്തത് കൊണ്ട് പിന്നെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വാപ്പച്ചി അടുത്ത് കിടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. വാപ്പച്ചിയും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിർബന്ധം കാണിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ പെട്ടുപോകും. ഉമ്മച്ചിയുടെ അടുത്ത് നിൽക്കില്ല, എൻ്റെ അടുത്തും നിൽക്കില്ല, ഭയങ്കര ബഹളമായിരിക്കേ. എന്നാൽ കുറച്ച് നേരമൊക്കെ ഇത് വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമമായിരുന്നു കേട്ടോ. ഗേറ്റ് തുറക്കുന്നത് കേട്ടിട്ട് ബഹളമായിരുന്നു, വണ്ടി പോകുന്നത് കഴിഞ്ഞാൽ ബഹളമായിരുന്നു. പിന്നെ എല്ലാത്തിനും എന്തെടുത്തു കഴിഞ്ഞാലും ഫുള്ള് ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നേ. ഇപ്പോൾ ഗേറ്റ് തുറന്നപ്പോൾ കരയാൻ വേണ്ടിയിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് കരച്ചിലും ബഹളമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ തന്നെ പോയി വാങ്ങിച്ചു. ഡെലിവറി ബോയൊക്കെ കണ്ട സമയത്ത് സമാധാനമായിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഡെലിവറി ബോയ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ വിചാരം അവനെ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരു 1-2 റൗണ്ട് അടിക്കും. നമ്മളെന്തായാലും സാധനം വാങ്ങിച്ചല്ലേ അവരെന്ന്. അപ്പോൾ 1-2 റൗണ്ട് അടിക്കുമെന്ന് വിചാരിച്ചിട്ട് അവരെ തന്നെ നോക്കി നിൽക്കും. പോകാനായിട്ട് കയറാനൊക്കെ റെഡി ആയിട്ട് നിൽക്കും കേട്ടോ. അവർ മൈൻഡ് ചെയ്യാതെ പോകും. ചിലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടൊക്കെ പോകും കേട്ടോ അവൻ്റെ അടുത്ത്. ചിലർ പെട്ടെന്ന് അടുത്ത ഓർഡർ കൊടുക്കാനുള്ളത് കൊണ്ട് ബിസി ആയിരിക്കും. അപ്പോൾ അവന് ഭയങ്കര സങ്കടമായിരിക്കും. അവർക്കറിയാമോ ഇതൊക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൊറിയറൊക്കെ അകത്ത് കൊണ്ടുവന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള പുരയിടത്തിൽ നിന്ന് നമ്മൾ പുരയിടം തന്നെയായിരുന്നു കേട്ടോ. അത് കൊടുത്തതാണ് ഈ മാമിക്ക്. അപ്പോൾ മാമി ചക്ക അടക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ആദ്യമായിട്ടാണ് ഈ ചക്ക അടക്കുന്നത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ബഹളവും ക്യൂരിയോസിറ്റിയും കരച്ചിലും മോട്ടവും ഒക്കെ ആയിരുന്നേ. ചുമ്മാ ഓരോന്നിനും കരയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര കരച്ചിലായിരുന്നു, എല്ലാത്തിനും കരച്ചിലായിരുന്നു. എന്താണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചക്ക നോക്കിക്കൊണ്ട് നിന്ന ആളെ പെട്ടെന്ന് കാണാണ്ടായപ്പോൾ ഞാൻ ഒരൊറ്റ ഓട്ടം ഓടിയും. കാരണം എനിക്കറിയാമായിരുന്നു ഉമ്മച്ചി ഇവിടെ കുരുമുളക് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ പുരയിടത്തിൽ പോയ സമയത്ത് പറിച്ചുകൊണ്ട് വന്നതാണ്. നല്ല പഴുത്തതും ഉണ്ടായിരുന്നു. മറ്റേത് ഒരുവിധം ഉണങ്ങിക്കഴിഞ്ഞാൽ കയ്യിൽ പറ്റിയാൽ പ്രശ്നമില്ലല്ലോ. ഇത് നല്ല പഴുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഓടി വന്ന് നോക്കി. എനിക്കറിയാമായിരുന്നു ഇതെടുക്കാനായിട്ട് പോയതാണെന്നുള്ളത്. അങ്ങനെ അത് വെച്ച് കളിക്കുന്നത് കാരണം അതെടുത്ത് മാറ്റി. അതിന് കരച്ചിലായിരുന്നു. പിന്നീട് ആപ്പിൾ കൊടുത്തപ്പോൾ ആപ്പിൾ കഴുകിയതിന് കരച്ചിലായിരുന്നു. കട്ട് ചെയ്തിട്ട് കൊടുത്തപ്പോൾ ഒരു സമാധാനമായി. പിന്നെ കുറച്ച് നേരം കാത്തുമൊക്കെ ഇട്ട് കൊടുത്തു. അതിന് മുന്നേ ആയിട്ട് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് കളിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഈ ഒരു സമാധാനം ഉണ്ടാക്കാനായിട്ട് ഈ വെള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോർ ചെയ്ത് കളിക്കുന്നത്, ഒഴിച്ച് കളിക്കുന്നത് ഭയങ്കര ഒരു റിലാക്സിങ് ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇന്നാണ് അത് കുറച്ചൊന്ന് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. കാരണം അവൻ ഇതേപോലെ വെള്ളത്തിലിങ്ങനെ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ പാത്രത്തിലിങ്ങനെ ഒഴിച്ചു കൊടുത്ത സമയത്ത് ആൾ കുറച്ച് നേരം കളിച്ചിട്ട് പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അങ്ങ് ശാന്തമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തോ ഒരു റിലാക്സിങ് ആണ്. ഈ ചൈനീസിൻ്റെ ഒരു ബൗളുണ്ടല്ലോ, ബൗളും എന്താണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതുപോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ ഇത്. അവന് എന്തോ ഇത് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആവും. അതുവരെ ഉണ്ടായിരുന്ന ടാൻഡ്രം എന്തായാലും അൽഹംദുലില്ലാ ഓക്കെ ആയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഉമ്മച്ചി ഇതാ ഒരു സംഭവമൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പോപ്കോൺ കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പോപ്കോൺ. ലോലിപോപ്പും മുട്ടായിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നേക്കാളും എന്തെങ്കിലും ഇങ്ങനത്തെ കലോറി കുറവാണ് എങ്കിലും ഒരുപാട് എന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല, വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അത് കണ്ട സമയത്ത് ആൾ പിന്നും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. ഉമ്മച്ചി ഇന്ന് കളറ് പോയത് കണ്ണാടി ശരിയാക്കാനാണ്. പിന്നെ ഞാനൊരു കണ്ണാടി പൊട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ശരിയാക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പോയിട്ട് വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. അതിന് ശേഷം പിന്നെ ഗസ്റ്റോട് ഗസ്റ്റായിരുന്നു. ആദ്യം അമ്മായും അണ്ണനും തിത്തും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അമ്മ എന്ന് പറയുമ്പോൾ ഉമ്മച്ചിയുടെ അനിയത്തിയാണ്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അമ്മ എന്ന് വിളിക്കുന്നതെന്ന് കേട്ടോ.
അമ്മായ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്, അത് കുഞ്ഞുമായ, രണ്ടാമത്തെ കുഞ്ഞുമായ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് റാവുത്തർ ഫാമിലിയിലാണ് കേട്ടോ. അവർ അമ്മ, അത്ത, അണ്ണൻ, അക്കച്ചി അങ്ങനെയൊക്കെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ നമ്മളും അങ്ങ് ശീലിച്ചതാണ് അവർ വിളിക്കുന്നത് കേട്ടിട്ട്. കുഞ്ഞുനാളിൽ ഞാൻ കൂടുതലും നിന്നിട്ടുള്ളത് രണ്ടാമത്തെ കുഞ്ഞുമ്മയുടെ വീട്ടിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അന്ന് മുതലേ ഞാൻ വിളിക്കുന്നത് അമ്മ എന്ന് തന്നെയാണ്. അപ്പോൾ അണ്ണനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈസൂട്ടൻ ഹാപ്പി ആവാൻ വേറെ എന്തെങ്കിലും വേണം, മാമിച്ചിമാരെ കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആവും. എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. തിത്തുമായിട്ട് ഭയങ്കര കമ്പനിയല്ല, മൂത്ത അണ്ണനുമായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. അതിനുശേഷം കുറേ നേരം അണ്ണനും തിത്തുമൊക്കെ ആയിട്ട് കളിയായിരുന്നു. അതിനുശേഷം നച്ചുമ്മ വന്നിട്ടുണ്ടായിരുന്നേ. നച്ചുമ്മ വന്നപ്പം ആള് കുറച്ചുകൂടി ഹാപ്പിയായി. അന്നത്തെ ദിവസം നിർബന്ധം കാണിച്ച ആളേ ആയിരുന്നില്ല കേട്ടോ, ഗസ്റ്റൊക്കെ വന്ന സമയത്ത്. അങ്ങനെ അമ്മായും അത് കഴിഞ്ഞിട്ട് നച്ചുമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നച്ചുമ്മ മാത്രമേ വന്നുള്ളൂ. കൊച്ചാപ്പ എവിടെയെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നേ. കൊച്ചാപ്പ വണ്ടി തിരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പാർക്കൊക്കെ ചെയ്ത സമയത്ത് ആൾ ഓടിച്ചെന്ന് വണ്ടിയിലൊക്കെ കയറിയിരുന്നു. പിന്നെ അവിടെ കുറേ നേരം ഇരുന്നിട്ട് വണ്ടി എടുക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഫ്രണ്ടിൽ തന്നെ കയറിയിരിക്കുകയായിരുന്നേ. പിന്നെ കൊച്ചാപ്പമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഫോണും കൊണ്ട് ചിലപ്പോൾ കൊച്ചാപ്പ പറയും, അത് എന്നെ എടുക്കല്ലേ, വീഡിയോ എങ്ങനെ യൂട്യൂബിലിട്ടാൽ നോക്കിക്കോന്ന് പറയും. പക്ഷേ ഞാനിടും, ആളറിയോത്തോ അറിഞ്ഞ എന്നെ ഓട്ടിക്കും. അപ്പോൾ നച്ചുമ്മയും കൂടെ വന്ന സമയത്ത് യേസുട്ടൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവരോടൊക്കെ കളിയായിരുന്നു. മാമച്ചിതാ അവിടെ നിന്ന് കളിപ്പിക്കുന്നുണ്ട്. അതാണ് കേട്ടോ അണ്ണൻ. രണ്ടാമത്തെ ആൾ എൻ്റെ ഏജാണ്. റോഷൻ എന്നാണ് പേര്, നമ്മൾ തിത്തു എന്നാണ് വിളിക്കുന്നത്. അണ്ണൻ്റെ പേര് ഷജിൻ എന്നാണ് കേട്ടോ. അങ്ങനെ അവരുടെ കൂടെ ഒന്ന് നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് തന്നെ ഞാൻ കുക്കിങ്ങിന് വേണ്ടിയിട്ട് സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചീരയൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ വെട്ടിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് അരിഞ്ഞ് കിഴങ്ങൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു. ചീരയും വെക്കാമെന്ന് വിചാരിച്ചോട്ടോ. ചീര തോരനും കപ്പ ഉടച്ച് കറിയായിട്ട് അങ്ങനെയും വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. മീൻ നെയ്മീൻ ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുളക് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ എരിപ്പൊന്നും ഇല്ലാതെയാണ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹേസുട്ടനെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവരിരുന്നതുകൊണ്ട് തന്നെ ചോറ് കഴിക്കലൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു. 2-3 തവണയൊക്കെ വായിൽ വെച്ചിട്ട് ഓടിക്കളഞ്ഞു. പിന്നീട് ഞാൻ വിചാരിച്ചു അവർ പോയതിന് ശേഷം കൊടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തേക്ക് നല്ല രസമായിരുന്നു കേട്ടോ അവരൊക്കെ വന്നപ്പോൾ. അല്ലെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നല്ല രസമാണ്. ഇളയ കുഞ്ഞുമ്മ നച്ചുമ്മ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അമ്മായിയാണ് കിട്ടാനായിട്ട് പാട് കേട്ടോ, കാരണം കുറച്ച് ദൂരെയാണ്, നെടുമങ്ങാടാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് നല്ല കുറച്ച് ദൂരമുണ്ട്. എങ്കിലും വലിയ ദൂരമൊന്നുമില്ല. എങ്കിലും ആൾ വരാനായിട്ട് ഇതേപോലെ വല്ലപ്പോഴൊക്കെ വരാൻ പറ്റുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പോയപ്പം വല്ലാത്തൊരു വിഷമമായിരുന്നേ. എല്ലാവരും പോയപ്പോൾ ഇല്ല, മഴ പെയ്ത് തോർന്ന പോലെ വല്ലാത്തൊരു സൈലൻസ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നച്ചുമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് ഹേസൂട്ടൻ അമ്മയുടെ കാറിൽ കയറിയിട്ട് ഒരു വിധത്തിൽ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. തിത്തും അണ്ണനും കൂടെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു വിധത്തിൽ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പാടുപെട്ടു. നച്ചുമ്മ എന്ന് വിളിച്ചു, ഉമ്മച്ചി എന്ന് വിളിച്ചു, എന്നിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ പൊക്കി എടുത്തോണ്ട് വന്നു. കുറച്ച് നേരം കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നീട് ബാക്കി ചോറ് കൊടുത്തു. അതിനുശേഷം ഉറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചോറ് കൊടുത്തിട്ട് ഉടനെ എന്നെ ഉറക്കണ്ടെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഫുള്ള് ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നീട് ഞാൻ അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. എല്ലാവരും നോമ്പ് തുറന്നതിന് ശേഷമൊക്കെ പോകാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളായിപ്പോയി കേട്ടോ. പിന്നെ ഉടനെ തന്നെ എല്ലാവർക്കും ഒത്തുകൂടാം. മുത്തുളാപ്പച്ചിയുടെ ആണ്ടൊക്കെ വരികയാണ്. അതായത് നമ്മുടെ ഉമ്മച്ചിയുടെ വാപ്പാടെ ആണ്ട് വരികയാണ് കേട്ടോ. 17-ാം രാവിനാണ്. അപ്പോൾ അന്ന് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എഗ്രിമെൻറ്റിൽ എല്ലാവരും പോയിട്ടുണ്ട്. എല്ലാവരും പോയപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നോമ്പ് തുറക്കാനുള്ള പണിയായിട്ടുണ്ടായിരുന്നേ. ഇന്ന് ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്യേണ്ടി വന്നില്ല, ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. സംഭവം ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടിൽ പള്ളിയിലുള്ള ഇഫ്താർ അവരായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാമായൊക്കെ നേരത്തെ വന്നിട്ട് നമ്മളെ പങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നീട് ഇനി കട്ട് ചെയ്യണ്ടെന്നുള്ളത്. അതായത് ഫ്രൂട്ട്സും അതേപോലെ ഉള്ളിവടയും കാര്യങ്ങളൊക്കെ പള്ളിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ചിലവായിരുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞിയും കിഴങ്ങ്
അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസും എല്ലാം അവരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി കട്ട് ചെയ്യാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഉമ്മച്ചി അത് വെച്ചിട്ട് തന്നെ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് നമസ്കരിച്ചതിന് ശേഷം ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം ഇന്നലെ അത്താഴത്തിനൊന്നും കഴിക്കാത്തത് കൊണ്ട് ഇന്ന് ഫുള്ള് എനർജി കുറവായിരുന്നു. അതേപോലെ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ആദ്യം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നേ. കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഉള്ളിവട മാത്രം പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമസ്കരിച്ചു. പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേ. ഇന്ന് നല്ല മീൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ലെഫ്റ്റ് ഓവർ ചിക്കൻ കറി തീർത്ത് കഴിഞ്ഞിട്ട് മീൻ കറി എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ സംഭവം ഇതുപോലെയാണ്. കുറച്ച് ചിക്കൻ എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഇതേപോലുള്ള നെയ്ക്കിരിപ്പ് കാണും. ഞാനും ഉമ്മച്ചി മാത്രമേ ചിക്കൻ കഴിക്കുള്ളൂ, വാപ്പച്ചി കഴിക്കത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഡ്രൈ ആയിട്ട് ഒട്ടും തന്നെ ചിക്കൻ്റെ മണമൊന്നും ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ വാപ്പച്ചി കുറച്ച് ഒന്നോ രണ്ടോ പീസ് കഴിക്കും. ഇപ്പോൾ ഒട്ടും വയ്യാത്തത് കൊണ്ട് ഒട്ടും കഴിക്കില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മഴയുടെ സ്റ്റോറിയൊക്കെ ഇട്ട സമയത്ത് ഇതെവിടെയാണ്, നമ്മളെവിടെയൊന്നും മഴ പെയ്തില്ലല്ലോ എന്നുള്ളത്. സംഭവം നമുക്ക് കുറച്ച് ഉള്ളിലോട്ടാണ്, നാട്ടൻ പ്രദേശമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ഇക്കാടെ ഫാമിലിയൊക്കെ എന്നെ കളിയാക്കും കാട് ഏരിയ ആണെന്ന്. പക്ഷേ ഇത് നമുക്ക് സ്വർഗ്ഗമാണ് കേട്ടോ. ഇത് വല്ലാത്തൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയയാണ്. അത് നമ്മളിവിടെ ജീവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഭയങ്കര പട്ടിക്കാട് അങ്ങനത്തെ സിസ്റ്റമൊന്നും അല്ല കേട്ടോ. നല്ല രീതിയിൽ എല്ലാ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള, എന്നാൽ ആ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഹരിതാപവും പച്ചപ്പും ഒന്നും നഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ് എൻ്റെ വീട്. പ്രത്യേകിച്ച് ഉമ്മച്ചിയും വാപ്പച്ചിയും കൂടെ എല്ലാം നട്ട് വളർത്തി വെച്ചിട്ടുള്ളത് കൊണ്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ. മാഷാ അല്ലാ എല്ലാം നിൽക്കുന്നത് അൽഹംദുലില്ലാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കുട്ടൻ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ കുറുക്ക് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നട്ട്സ് പൗഡറൊക്കെ ഇട്ടിട്ടുള്ള കുറുക്ക് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. എഴുന്നേൽപ്പിക്കാനായിട്ട് ഉള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഉണർത്താതിരുന്നത് കേട്ടോ. ഇന്ന് രാത്രി എന്തായാലും എനിക്ക് ശിവരാത്രിയാണ്, എങ്കിലും കുഴപ്പമില്ല. ഇന്ന് രാവിലെ ഉള്ള ടാൻഡ്രവും ഹാൻഡിൽ ചെയ്തിട്ടുള്ള അവസ്ഥയൊക്കെ എനിക്ക് ആലോചിച്ചിട്ട് ഉണർത്തണ്ടെന്ന് തോന്നി. പിന്നെ വാപ്പച്ചി ഉമ്മച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ തനിയെ എഴുന്നേക്കിട്ട് ഉണർത്തണ്ടെന്ന്. എന്തായാലും ഞാൻ കുറുക്ക് കാച്ചിക്കൊണ്ട് നിന്ന സമയത്ത് തന്നെ ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി അപ്പോൾ ആളെ എടുത്ത് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് എഴുന്നേറ്റ സമയത്ത് വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു മൂകത മാത്രം. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ആൾ വീണ്ടും ചെറിയൊരു നിർബന്ധമൊക്കെ കാണിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മൾ നോമ്പ് തുറന്ന സമയത്ത് കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ലെഫ്റ്റ് ഓവർ. അപ്പോൾ അത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ആൾ നിർബന്ധമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ദേഹമൊക്കെ കഴുകി കൊടുത്തു കേട്ടോ. ചൂടുവെള്ളത്തിൽ ഹീറ്റർ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അങ്ങനെ ദേഹമൊക്കെ കഴുകി കൊടുത്തതിന് ശേഷം കുറുക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചായ ഇട്ട് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നേ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ചായ കുടിക്കാനൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഈസുട്ടൻ ഓക്കെ ആയിരുന്നു. പിന്നീട് തൊട്ടിലൊക്കെ കണ്ട സമയത്ത് തൊട്ടിൽ കയറി ആടണം. പിന്നെ ഞാൻ അതിനകത്ത് ഇട്ട സമയത്ത് അവൻ ഇരിക്കുന്ന സിസ്റ്റമായിരുന്നു ഇഷ്ടം. അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ കിടത്തിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവന് ഇരുന്നാടണമെന്നായിരുന്നു. അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇരുത്തിയ സമയത്ത് കിടന്നാടണമെന്നായി. വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇന്ന്. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു നിർബന്ധമുള്ള ദിവസമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയർ ബാൻഡ് ഇതേപോലെ ബോ പോലെ വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല രസമായിരുന്നു പക്ഷേ അത് കാണാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് ആക്ഷൻ കാണിപ്പും സ്വന്തമായിട്ട് ഭംഗി നോക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അത് കാണാനായിട്ട് നല്ല രസമായിരുന്നു. അത് പിന്നീട് അഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അതാണ് അതിൻ്റെ പിറകിലുള്ള ഒരു ചേതോ വികാരം കേട്ടോ. ഭയങ്കര പാടായിരുന്നു. അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് കേട്ടോ അത്. ഞാനങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു ടൈറ്റ്നെസ്, ആ വാങ്ങിച്ച സമയത്തുള്ള ടൈറ്റ്നെസ് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ തലയിൽ വെക്കുന്ന സമയത്ത് നോവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മാറ്റാൻ നോക്കുന്ന ആൾ സമ്മതിക്കുന്നില്ല. പിന്നീട് ഞാൻ പറഞ്ഞു വാപ്പച്ചിയും ഉമ്മച്ചിയും കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നതാണ്. വാപ്പച്ചി ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഉമ്മച്ചിയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഉമ്മച്ചിയായിട്ടാണ് ഭയങ്കര കമ്പനി ആയിരുന്നത്. കാരണം പോപ്കോണൊക്കെ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് ആൾ ഉമ്മച്ചി കുട്ടിയായിരുന്നു കേട്ടോ. ഒന്ന് വാപ്പച്ചിയുടെ അടുത്ത് കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്, മാഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഡേയിൽ അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.